അപ്പൊ ഇന്ന് എന്താ പ്രത്യേകത? ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമുക്ക് വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ട്. കല്ലു ഉണ്ട്, കാശിയും ഉണ്ട്. അപ്പൊ കല്ലു ഹായ് പറ. ഹായ് പറ. അപ്പൊ ഇന്ന് എന്താ പ്രത്യേകത? ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പം കൊടിയേറിയിട്ട് 2 ദിവസമായി. ഇന്ന് സൺഡേ 12th Jan നമ്മുടെ ഗ്രാമസൗഹൃദ കമ്മിറ്റിയുടെ 2ാമത് നാടകമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു നാടകം ഉണ്ടായിരുന്നു, അതിൽ അച്ഛയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അമ്മയ്ക്ക് എന്നെ പിടിച്ച് കയറ്റി. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു നാടകം ചെയ്യണത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്ത പണി വന്നു കേട്ടോ. ഉച്ചയായി. ഇപ്പം നമ്മളെടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇപ്പം ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഈ ഏരിയയിലുള്ള എല്ലാവരും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് എല്ലാം അമ്പലത്തിൽ നിന്നാണ് ഫുഡ് കഴിക്കണത്. കാരണം ഇവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഫുഡ് വയ്ക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും അമ്പലത്തിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. അപ്പം അതും ഒരു രസമല്ലേ. അപ്പം ഞങ്ങളിതോ ചോറെടുക്കാനുള്ള പാത്രമൊക്കെ ആയിട്ട് ഞാനും കാശിയും കല്ലും കൂടിയിട്ട് അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ടെൻഷനായി. വൈകിട്ട് നാടകമുണ്ട്. തോട്ടിൽ വെള്ളമൊക്കെ വന്നു. ഇന്നലെ ഡാം പൂട്ടി, അതുകൊണ്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പറമ്പിക്കൂടെയൊക്കെ ചാടി വേണം പോകാൻ. ഷോർട്ട് കട്ടാണ്, നേരെ വഴിയുണ്ട്, പക്ഷെ ഷോർട്ട് കട്ട് ചെയ്യാറുണ്ടല്ലേ സുഖം. അപ്പോൾ ചെല്ലട്ടെ. ഇതാണ് ഞാൻ തോട്ടിൽ നിറച്ച് വെള്ളമായിന്ന് പറഞ്ഞ് ഒരുപാട് വറ്റി വരണ്ടങ്ങ് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൂട്ടി. അപ്പോൾ വെള്ളം വന്നു. വഴിയൊക്കെ വെട്ടി തെളിച്ചിട്ടിട്ടുണ്ട്, എന്താണല്ലോ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെയൊക്കെ കാടായിരുന്നു. ഉത്സവമാകുമ്പോഴത്തേക്ക് എല്ലാം വെട്ടി തെളിക്കും. സോ അവിടെയാണ് നമ്മുടെ ഊട്ടുവര. അവിടെ പോയി നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ അമ്പലം. അങ്ങനെ ഞങ്ങൾ ഊട്ടുവരയിലെത്തി. അമ്മേനെ വെയിറ്റ് ചെയ്തിരുന്നു. കാശിക്കും കല്ലുവിനും ആദ്യമേ ചോറ് കൊടുത്തിരുത്തി. എന്നാലേ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അവരും കഴിക്കുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ചോറെടുക്കാൻ പോയി. നമ്മുടെ അമ്പലത്തിലെ പ്രസാദം കൂട്ടാണ്. പിന്നെ ഇന്നത്തെ മെനു നല്ല ചോറും പുളിശ്ശേരിയും രസവും തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. മിക്ക ദിവസം ഇതൊക്കെ തന്നെ. ഇന്ന് സാമ്പാറിന് വരെ രസമായിരുന്നു എന്ന് മാത്രം. പിന്നെ ഞാനും അങ്ങനെ ചോറൊക്കെ മേടിച്ച് കല്ലുവിൻ്റെ ഒപ്പം പോയിരുന്നു. കല്ലു ഇത്തിരി സങ്കടത്തിലാണ്, ചിക്കനും മീനും ഒന്നും ഇല്ലാത്തതിൻ്റെ. പിന്നെ ദേ അച്ഛയും വന്നു അപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞാൻ പതിയെ മോളിൽ ചെന്നപ്പോഴത്തേക്കും എന്തോ സ്റ്റേജ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്? ഞാൻ ഇതിടും. പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വർഗീയ അവിടെ ഫിഗർ പോലും വരുന്നില്ല. സാധനം തെറിച്ചു വന്നു. പെണ്ണാവാൻ പോയതാണോ? അതെന്നാ ചെയ്യാനാന്നേ, കണ്ണാടി വെച്ച ഉടനെ ലാലേട്ടൻ്റെ ഫിഗർ വരുമെന്ന് ബിസൻ ചേട്ടൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അവിടെ കലാകാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയെ. എന്താണേലും വളരെ അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേജ് ഒരുക്കങ്ങൾ. നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തു. നരച്ച ലാലേട്ടൻ. അങ്ങനെ ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞാനും അച്ഛയും എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു.
ബാക്കി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു ചെയ്യേണ്ടത്. ആദ്യം തന്നെ അതോ അനിലേട്ടനെ നര പിടിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവർക്കും ഇതിലും നരയുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു വൃദ്ധസദനം തീമായിരുന്നു ചെയ്തത്. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രേസ്യാമ്മ എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഒരു 60-65 വയസ്സുള്ള ഒരു റിട്ടയർഡ് നേഴ്സ്. അപ്പം വൃദ്ധസദനം തീമാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടും ദുരിതമൊക്കെ മുഖത്തിരുന്നോട്ടെ എന്ന് ഓർത്ത് ചേട്ടനായും തന്നെ കുറേ കരിയൊക്കെ വരി തേച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്തിനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേട്ടൻ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇങ്ങനെ ഇരുന്ന് എന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള കോലാട്ടോ. എന്താണെങ്കിലും നല്ല അടിപൊളി മേക്കപ്പ് ആയിരുന്നു. എന്നെ അപ്പനും അമ്മയ്ക്കും പോലും എന്നെ കണ്ടിട്ട് അത് മനസ്സിലായില്ല. അമ്മയ്ക്ക് ഇത് റോളൊന്നുമില്ല, അമ്മയുടെ റോളാണ് ഞാനെടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് വന്നതോ ഡോക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു. വാർത്തക്ക് കൊടുത്തു. ഇതാണോ വാർത്തക്കും? ശ്രീധരൻ ചേട്ടാ, ഹൗസ് യുവർ മേക്കപ്പ്? പ്രായമൊക്കെ ക്രിസ്മസ് പാപ്പയുണ്ട് ഗൈസ്. വീഡിയോ ഹായ് പറ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പാവം നമ്മുടെ എബിസിൻ ചേട്ടൻ വൃദ്ധനായ സ്വന്തം മേക്കപ്പ് കൊണ്ട് അവിടെ ചങ്ക് തകർത്ത് നിൽക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ മേക്കപ്പ് ഇടാൻ തുടങ്ങി. അച്ഛയ്ക്കാണെങ്കിൽ ഡബിൾ റോളാട്ടോ. നമുക്ക് ആള് കുറവുള്ളതുകൊണ്ട് അച്ഛൻ ചെറിയ 2 വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേൽ ഇങ്ങനെ ബുൾഗാനൊക്കെ വെച്ചു, അടുത്തേൽ ബുൾഗാനൊന്നുമില്ല, ജസ്റ്റ് മീശ കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അച്ഛയുടെ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് കോമഡി ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അമ്മ വന്നിന്ന് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ ഞാനും ചെന്ന് ഇടയ്ക്ക് വരയിൽ കയറി. എന്നെ കണ്ടപ്പോൾ അച്ഛമ്മയെ പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രെയറായിരുന്നു കേട്ടോ. പ്രെയറൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ തീർന്നതേ ഞാൻ വീട്ടിൽ പോയി ഓടിച്ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നരയൊക്കെ കഴുകി കളഞ്ഞു. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് ഇവിടെ അഴിക്കായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ചെറിയ വിഷമായി, കാരണം 3-4 മാസമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഒന്ന് ഹായ് പറയാവോ? ഹായ് ഗൈസ്, ഹായ് ഗൈസ്, എല്ലാവരും ഹായ് പറയൂ ഗൈസ്. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ എബിസിൻ ചേട്ടൻ്റെ ഫാമിലിനെയൊക്കെ പരിചയപ്പെട്ട് 2 സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് വന്ന് ഈ ജ്യൂസും കുടിച്ച് കമ്മിറ്റി ഓഫീസിൽ കയറിയിരുന്ന് അർമ്മതിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അമ്മ ഞങ്ങളുടെ മെയിൻ പരിപാടിക്ക് പോയി, ഫുഡ് അടി. ഫുഡ് കഴിക്കാൻ അച്ഛ വരുന്നുണ്ടോ നോക്കിയിരുന്നു, പക്ഷെ അച്ഛ വന്നില്ല. ഉച്ചക്കത്തെ മെനു തന്നെയായിരുന്നു വൈകിട്ടും, പക്ഷെ എന്താണെന്നറിയില്ല ഉച്ചക്കത്തെക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റേജിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരിക്കലും മറക്കാനാവാത്ത കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ടായി. ഒരുപാട് പേര് വന്നിട്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം. കുറേ പേർക്ക് തന്നെ മനസ്സിലായി പോലും ഇല്ല അങ്ങനെ മേക്കപ്പിലൊക്കെ കണ്ടിട്ട്. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം സ്കൂളിൽ പോലും ഞാനൊരു സ്കിറ്റൊന്നും ചെയ്തിട്ടില്ല. ആകെ ഡാൻസ്, സ്പീച്ച് അങ്ങനെയുള്ള പരിപാടിക്ക് മാത്രമേ സ്റ്റേജിൽ കയറിയിട്ടുള്ളൂ. ഒരു ആക്ടിങ് ഇതിലൊന്നും കയറിയിട്ടില്ല. എന്നിട്ടും എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. ഞാനൊരു നാടകം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഒരു നാടകം ചെയ്യുന്ന ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം. അപ്പം എന്താണെങ്കിലും ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത മനോജേട്ടനാണെങ്കിലും എബിസിൻ ചേട്ടനാണെങ്കിലും അച്ഛയാളും അമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയത്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. നാടകത്തിൻ്റെ ചെറിയ വീഡിയോസൊക്കെ കിട്ടിയിട്ടോ, അത് ഞാൻ അടുത്ത പാർട്ടായിട്ടിടാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൺ മൈ ചാനൽ വ്ലോഗ് വിത്ത് കൃഷ്ണ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.